നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള മാർച്ച് 16 മുതൽ 31 വരെയുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ മാറ്റങ്ങൾ മൂലം ഇവർക്കുണ്ടാകുന്ന ഗുണങ്ങളെ പറ്റിയും ദോഷങ്ങളെ പറ്റിയും നമ്മളിവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. ഇത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ നല്ലൊരു സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ മുന്നേറ്റമാണ് കാണുന്നത്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പഠന വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്ക് നല്ലൊരു സമയമാണ്. പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പുതിയ ലക്ഷ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ്. ബിസിനസ് പരമായിട്ട് നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് ബിസിനസ് തുടങ്ങുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് കാണുന്നത്. വിളകൾക്കൊക്കെ നല്ല വില കിട്ടുന്ന ഒരു സമയമാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനചലനമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രതീക്ഷിച്ച സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടമാകുന്ന ഒരു സമയം കൂടിയാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ശത്രുശല്യമൊക്കെ വർദ്ധിക്കുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് വൻ നേട്ടമാണ് ഉണ്ടാകുന്നത്. പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ ആ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്റർവ്യൂ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുവാനും അതിലേക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുവാനും ഒക്കെയുള്ള ഒരു സമയമാണിത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് ഒരു മാർഗം തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് ഈ മാർച്ച് 16 മുതൽ 31 വരെയുള്ള സമയങ്ങളില്. നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ച് പോകുന്ന ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടുവാനുള്ള ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നറുക്കെടുപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ്. നനച്ചിരിക്കാതെയുള്ള ഒരു ഭാഗ്യം നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ജീവിതത്തില് ഒരു മാറ്റമാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ മാറുന്നതാണ്. ഒരുപാട് കാലമായിട്ട് രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവുന്നതാണ്. കൂടുതലും കൈകാലുകൾക്കുണ്ടായിരുന്ന വേദനകള്, വെരിക്കോസ് മൂലമുണ്ടായിരുന്ന ഞരമ്പ് സംബന്ധമായിട്ടുണ്ടായിരുന്ന വേദനകളൊക്കെ മാറുന്നതാണ്. സാമ്പത്തികമായിട്ട് മുന്നേറാൻ കഴിയുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാർച്ച് 16 മുതൽ 31 വരെ. നാൽക്കാലികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഈ രോഹിണി നക്ഷത്രക്കാരെ മാർച്ച് 24 തീയതി ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളത് മാറിപ്പോകുന്ന ഒരു സമയമാണ് ഈ ഇങ്ങനെ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ. വ്രതം എടുക്കുമ്പോൾ ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും വ്രതമെടുക്കണം. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ആ ദൈവത്തിൽ നിങ്ങളുടെ മനസ്സിനെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ വ്രതമെടുക്കുക. സൂര്യോദയം മുതൽ അസ്തമനം വരെയാണ് വ്രതമെടുക്കേണ്ടത്. പക്ഷെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതമെടുക്കുക. ഭക്ഷണരീതിയൊക്കെ ക്രമീകരിക്കുക. മനസ്സ് ശാന്തമാക്കുക. മനസ്സ് ഈശ്വരനിൽ അർപ്പിക്കുക. ഇത്രയുമാണ് നിങ്ങൾ വ്രതമെടുക്കുമ്പോൾ ചെയ്യേണ്ടത്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ചെറിയ ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട്. അതായത് രാഷ്ട്രീയ രംഗത്ത് അത്ര ശോഭിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സമയത്തുണ്ടാകുന്ന ഒരു ചെറിയ ദോഷം എന്ന് പറയുന്നത്. മറ്റുള്ള മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വിജയവുമാണ് കാണുന്നത്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ ദോഷമൊക്കെ മാറിപ്പോകുന്നതാണ്. ചൊവ്വാഴ്ച വ്രതം ഒന്ന് എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ ചൊവ്വാഴ്ച ദിവസം പോയി കാണുന്നതും വളരെ നല്ലതാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മാർച്ച് 29 തീയതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ മാനസിക അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.